ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് വിമാന കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ആഭ്യന്തര വിമാന സർവീസുകൾ പിൻവലിക്കുന്നു. ഉയർന്ന ഇന്ധനച്ചെലവും യാത്രാ ആവശ്യകതയിലെ കുറവും പ്രവർത്തനങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തിയതാണ് കാരണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് വിമാന കമ്പനികളാണ് ഇൻഡിഗോയും എയർ ഇന്ത്യയും. എന്നാൽ ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ഈ ജൂൺ മുതൽ ഏകദേശം 250ഓളം ദൈനംദിന ആഭ്യന്തര വിമാന സർവീസുകൾ പിൻവലിക്കുന്നു എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തുവന്നത്. കാരണം ഉയർന്ന ഇന്ധനച്ചെലവും യാത്രാ ആവശ്യകതയിലെ കുറവും പ്രവർത്തനങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തിയത് തന്നെയാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള വേനൽക്കാല മാസങ്ങളിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വെട്ടിക്കുറവുകൾ വിമാന നിരക്കുകൾ ഇതിനകം കുത്തനെ ഉയർന്ന സമയത്താണുണ്ടായത്. നിരവധി കുടുംബങ്ങളാണ് വേനൽക്കാല അവധിക്കാല യാത്രകൾക്കും വിനോദത്തിനുമായി യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വിമാനങ്ങൾ കുറയ്ക്കുന്നത്. ഇത് പരമ്പരാഗതമായി തന്നെ ആഭ്യന്തര വിനോദസഞ്ചാരത്തിന് ഏറ്റവും ഉയർന്ന അവധിക്കാല കാലഘട്ടമായ ഈ സമയത്ത് അസൗകര്യം വർദ്ധിപ്പിക്കാനും സാധ്യതയുള്ളത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ എയർ ഇന്ത്യ ആഭ്യന്തര ഷെഡ്യൂളിന്റെ ഏകദേശം 22% കുറയ്ക്കുന്നത്. എയർലൈൻ ഒരു ദിവസം ഏകദേശം 500 ആഭ്യന്തര വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. ഈ കുറവ് പ്രതിദിനം ഏകദേശം 110 വിമാന സർവീസുകൾ തന്നെ കുറയ്ക്കും. പ്രതിദിനം 2200ഓളം വിമാന സർവീസുകൾ നടത്തുന്ന ഇൻഡിഗോ ആഭ്യന്തര ശേഷി 5 മുതൽ 7% കുറയ്ക്കും. ഇതിന്റെ ഫലപ്രദമായി പ്രതിദിനം 110 വിമാന സർവീസുകളാണ് കുറയുന്നത്. അതേസമയം തന്നെ എയർ ഇന്ത്യ ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനവും ഓൾ ഇക്കണോമി ക്ലാസ് മോഡലിൽ പ്രവർത്തിക്കുന്ന ലോ കോസ്റ്റ് കാരിയറുമായ എയർ ഇന്ത്യ എക്സ്പ്രസ് ഏകദേശം 340 പ്രതിദിന ആഭ്യന്തര വിമാന സർവീസുകളിൽ ഏകദേശം 10% വെട്ടിക്കുറയ്ക്കുകയാണ്. വിമാന കമ്പനികളുടെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ്. വെട്ടിക്കുറവ് നേരിടുന്ന പ്രത്യേക റൂട്ടുകളിൽ ഉയർന്ന ട്രാഫിക്കുള്ള നിരവധി മേഖലകളും ഉൾപ്പെടുന്നുണ്ട്. മുംബൈ, ഡൽഹി, ബാംഗ്ലൂരു എന്നിവയാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. പ്രധാന കേന്ദ്രങ്ങൾ എന്ന നിലയിലെ ഈ നഗരങ്ങളെയാണ് ഔട്ട് ഗോയിങ്, റിട്ടേൺ വിമാനങ്ങളിലെ ഫ്രീക്വൻസി കുറവുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും. ഈ വിമാനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പല പ്രധാന ബിസിനസ് വിനോദ റൂട്ടുകളിലും കുറച്ച് സർവീസുകൾ മാത്രമേ ഉണ്ടാകൂ. ഇത് തിരക്കേറിയ സമയയാത്ര കൂടുതൽ തിരക്കേറിയതും യാത്രക്കാർക്ക് സൗകര്യപ്രദമല്ലാത്തതുമാക്കും. ഡൽഹിയിൽ നിന്ന് ഗോവ, മുംബൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ്, ലക്നൗ, കൊച്ചി, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. തെക്കൻ മേഖലയിലെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ബാംഗ്ലൂരുവിന് ഈ മേഖലയിൽ റിട്ടേൺ ഫ്ലൈറ്റുകളുടെ കുറവ് മൂലം അതിന്റെ പ്രത്യാഘാതങ്ങളും അനുഭവപ്പെട്ടേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.